കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിൽ ഗുരുതര വീഴ്ച. കല്യാശ്ശേരിയിൽ 92കാരിയുടെ വോട്ട് രേഖപ്പെടുത്തിയത് CPIM നേതാവ്. വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എങ്ങനെയാണ് ഈ കൃത്രിമ നീക്കങ്ങളൊക്കെ പുറത്തറിഞ്ഞത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരി പഞ്ചായത്തിലെ 164 ബൂത്തിൽ ഇന്നലെയാണ് ഈ പരാതിക്ക് ആധാരമായ സംഭവം നടക്കുന്നത്. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീട്ടിലെത്തി വോട്ട് എന്നൊരു സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. വയോധികർക്ക് വേണ്ടി, പ്രായമായവർക്ക് വേണ്ടി പോളിംഗ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ബൂത്ത് ക്രമീകരിക്കും. അവിടെ വയോധികർക്ക് വോട്ട് രേഖപ്പെടുത്താം. അത്തരത്തിലുള്ള ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താം. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ക്രമീകരണമാണ്. പക്ഷേ അത്തരം വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആ സ്ഥലത്ത് കൃത്യമായി ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടാകും. ആ ഉദ്യോഗസ്ഥർ അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്നതാണ് നിർദ്ദേശം. അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ, റിട്ടേണിംഗ് ഓഫീസർ, ഒപ്പം മൈക്രോ ലെവൽ ഒബ്സർവർ, പോലീസ് ഓഫീസർ, വീഡിയോഗ്രാഫർ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുമുണ്ട്. ഇത് പക്ഷേ ഇന്നലെ സംഭവിച്ചത് ഈ സ്ഥലത്ത് എടക്കാടൻ ഹൗസിൽ ദേവി എന്ന വയോധികയുടെ 92 വയസ്സുള്ള എടക്കാടൻ ഹൗസിൽ ദേവി എന്നയാളുടെ അവിടെ അവർക്ക് വോട്ട് ചെയ്യാൻ വീട്ടിലെത്തിയുള്ള വോട്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിനുശേഷം അവിടെ സംവിധാനം ഒരുക്കി ആ വയോധികയ്ക്ക് വോട്ട് രേഖപ്പെടുത്താം. ആ സമയത്ത് സ്ഥലത്ത് 5-ാം പീടിക സ്വദേശിയായ CPIM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ ഉണ്ടായിരുന്നു. ഈ ഗണേശൻ ഇതിനിടെ വയോധിക വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വോട്ടിംഗ് കേന്ദ്രത്തിനടുത്തേക്ക് എത്തിയപ്പോൾ ഗണേശൻ എത്തി ആ വയോധികയുടെ വോട്ട് അവിടെ രേഖപ്പെടുത്തി. അതായത് മറ്റൊരാൾ വോട്ടറുടെ വോട്ട്, അതായത് വയോധികയായ ദേവി രേഖപ്പെടുത്തേണ്ട വോട്ട് CPIM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ ഗണേശനാണ് ആ ഘട്ടത്തിൽ ഇടപെട്ട് രേഖപ്പെടുത്തിയത് എന്നതാണ് ഇതിൽ ഗുരുതരമായ ഒരു വീഴ്ച. അതായത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ പോളിംഗ് തന്നെ അട്ടിമറിക്കപ്പെട്ടു ഈ ഒരു വോട്ടറുടെ കാര്യത്തിൽ എന്നതാണ് കണ്ടെത്തൽ. ഇതൊരു ഗുരുതരമായ വീഴ്ചയാണെന്ന് ജില്ലാ ഭരണാധികാരി ഇതിനകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിനും വകുപ്പ് തല നടപടിക്കും ഇതിനകം ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതൊരു ക്രിമിനൽ പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് കണ്ണൂർ സിറ്റി പോലീസ് വഴി ഇതിനകം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ക്രമക്കേട് നടത്തിയ ആൾക്കെതിരെ അടക്കം കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൂടി, അതായത് ഇക്കാര്യത്തിൽ വകുപ്പ് തല നടപടികൾ ഉണ്ടാകും. അതുകൂടാതെ ക്രിമിനൽ പ്രവർത്തനം കൂടി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. യഥാർത്ഥത്തിൽ ഒരു വോട്ടറുടെ കാര്യത്തിലാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് അട്ടിമറി ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നതുകൊണ്ട് അതൊരു ക്രിമിനൽ പ്രവൃത്തിയാണ്. ആ നിലയ്ക്ക് കൂടി പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, പോളിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ലെവൽ ഒബ്സർവർ, സ്പെഷ്യൽ പോലീസ് ഓഫീസർ, വീഡിയോഗ്രാഫർ എന്നീ ഉദ്യോഗസ്ഥരെ ജില്ലാ ഭരണാധികാരി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച, പോളിംഗിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കൽ, ഒപ്പം വോട്ടറുടെ വോട്ടിംഗ് അവകാശം ഉറപ്പാക്കൽ, അവിടുത്തെ സുരക്ഷ, ബാഹ്യ ഇടപെടൽ തടയുക എന്നീ കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. തിരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെ ഈ ഒരു വോട്ടറുടെ കാര്യത്തിൽ നടന്നു. അത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ്, ക്രിമിനൽ പ്രവർത്തനമാണ് എന്നുകൂടി ജില്ലാ ഭരണാധികാരി തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൃത്യമായ വ്യക്തമായ അന്വേഷണത്തിനുമൊപ്പം IPC 171C വകുപ്പിന്റെ ലംഘനവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ക്രിമിനൽ പ്രവൃത്തി അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, തിരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടായിട്ടുണ്ട്, ഒരു വോട്ടറുടെ വോട്ടിംഗ് അവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, ഒപ്പം സുരക്ഷയും അതിൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യ സ്വഭാവം പാലിക്കുന്നതിലുമൊക്കെ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നതാണ്. അതായത് ഒരു വോട്ടറുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടായെന്നതാണ്. ഈ സ്ഥലത്ത് CCTV ഉണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ, ഈ വോട്ടറുടെ കാര്യത്തിൽ ഒരു ക്രമക്കേട് ഉണ്ടായി എന്ന് അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റും ആളുകളുടെ ഭാഗത്തു നിന്നും ഈ നടത്തിപ്പിൽ, അവിടുത്തെ വോട്ടിംഗ് നടത്തിപ്പിൽ ക്രമക്കേടുണ്ടായി എന്ന പരാതി ഉയർന്നു വന്നു. അവിടെ ഈ വോട്ടിംഗ് യന്ത്രം സ്ഥാപിച്ച സ്ഥലത്ത് CCTV ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ സഹിതമുള്ള പരാതി ജില്ലാ ഭരണാധികാരിക്ക് മുന്നിലെത്തി എന്നിടത്തു നിന്നാണ് ഈ സംഭവങ്ങളാകെ പുറത്തേക്ക് വരുന്നത്. അതിന് പിന്നാലെ ആ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. അതിൽ വളരെ കൃത്യമാണ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി വോട്ടിംഗ് യന്ത്രം അടക്കം ഈ വയോധികയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ക്രമീകരിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തിയുള്ള വോട്ടിംഗ് സംവിധാനമാണ്, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നു. അതിനുശേഷം വോട്ടർ വന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ആ സമയം കുറച്ചു മാറി ഗണേശൻ എന്ന വ്യക്തി നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം എത്തി ഇടപെട്ട് ആദ്യം തന്നെ ഈ വയോധികയുടെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ഗുരുതരമായ ക്രമക്കേടും വീഴ്ചയും സംഭവിച്ചുവെന്ന് അംഗീകരിക്കുകയും പ്രാഥമിക റിപ്പോർട്ട് അത്തരത്തിൽ തന്നെ നൽകുകയും ഇതിനകം ജില്ലാ ഭരണാധികാരി ചെയ്തിട്ടുണ്ട്. നടപടിയിലേക്കും കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രിമിനൽ കേസ് കൂടി ഉണ്ടാകും ഇക്കാര്യത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേണം സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും മോക്ക് പോളിംഗിൽ പൊരുത്തക്കേട്. 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ VVPAT-ൽ 10 രസീതുകൾ ലഭിച്ചു എന്നാണ് പരാതി. അധിക സ്ലിപ്പ് BJP സ്ഥാനാർത്ഥിയുടെ പേരിലാണ്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, സമാനമായ സംഭവം കാസർഗോഡുണ്ടായി.
എന്നാൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് സുപ്രീം കോടതിയെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധിപ്പിച്ചു. പത്തനംതിട്ടയിൽ എന്താണ് സംഭവിച്ചത്? അതും ഒരു സാങ്കേതിക തകരാറാണ്. മിനിങ്ങാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കളക്ടർ അടക്കമുള്ള ആളുകൾ വിശദീകരിക്കുന്ന ഒരു സാങ്കേതിക തകരാറാണെന്നാണ്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ പരാതിയായി ഈ ഒരു ഘട്ടത്തിൽ രംഗത്ത് വരുന്നുണ്ട്. അവർ പ്രധാനമായി ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു സാങ്കേതിക തകരാറാണെങ്കിൽ എങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ CPM-ന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിക്കോ വോട്ട് വീഴേണ്ടതാണ്. അത് വീഴാതെ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ 10ാമത്തെ സ്ലിപ്പ് BJPക്ക് മാത്രമായി വന്നത്? അതിൽ കൃത്യമായ രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്യമായ അട്ടിമറി നടന്നിട്ടുണ്ട്. ഇത് പരിശോധിക്കണം, മുഴുവൻ വോട്ടിംഗ് യന്ത്രങ്ങളും പരിശോധിക്കണമെന്നാണ് UDF-ന്റെ ജില്ലാ ചെയർമാൻ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ കളക്ടർ വിശദീകരിക്കുന്ന ഒരു സാങ്കേതിക തകരാറ് മാത്രമാണ്. അത് പരിഹരിച്ചു. അതിനുശേഷം രണ്ടാമത് വീണ്ടും പോളിംഗ് നടത്തി. അപ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിശദീകരണം കളക്ടർ നൽകുന്നുണ്ട്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം. അവർ പറയുന്നത് BJP കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. ഇതിന് തെളിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറാണെന്ന് പറഞ്ഞ് ഭരണാധികാരി മാറ്റി നിർത്തിയ വിഷയം ഇതിനൊരു പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് എന്ന് കൃത്യമായ രീതിയിൽ അവർ പറയുന്നു. അവർ പരാതിയുമായി മുന്നോട്ട് പോവുകയുമാണ്. വേണു. ശരി, മോക്ക് പോളിംഗിൽ പത്തനംതിട്ടയിലും പൊരുത്തക്കേട്. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.